എടുക്കാൻ പറ്റുന്നില്ലല്ലേ ഇവര് അങ്കിത് കണ്ട ഒരു മിനിറ്റ് അത് അറിയാണ്ട് വന്നത് അറിയാണ്ട് വന്നാലും അതറിയാല്ലേ അല്ല അത് ഇതാക്കാല അത് വിടാല അത് അറിയാണ്ട് വന്നത് അല്ല കേട്ടില്ലല്ലോ ആരും കേട്ടിട്ടില്ലല്ലോ കേട്ടില്ല വേറൊരു സംഭവം. അതായത് നമുക്ക് പുതിയ കുറച്ച് ആശയങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തില് ഇങ്ങനെ സാധാ ഇതിലല്ല ഇതൊരു അരമണിക്കൂർ സ്റ്റോറിയാണ് നിങ്ങൾ ഇതിലെല്ലാം വേറെ ഒന്നും ഇതാക്കരുത് ഇതിൽ ഈ കാര്യത്തിൽ ഇൻട്രസ്റ്റിംഗ് ആണോ ഇത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം വർക്കിംഗ് വേണം ജീവിതത്തിനെ കുറിച്ച് നമുക്ക് ഇന്നലെ കിട്ടിയ ഒരു സംഭവമാണ് ഇത് നീ അതാ അത്ര ഇമ്പോർട്ടന്റ് ചാറ്റിലൊന്ന് നോക്കിയേ ചാറ്റിലേക്ക് ഒന്ന് നോക്കിയേ നീ എന്താ വിഷയം മാറ്റാൻ നോക്കുന്നത് ജീവിതത്തിനെ പറ്റി എല്ലാരും സ്പിന്ന് പറയുന്നുണ്ട് അതങ്ങ് ചെയ്ത് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ ആ തലവേദന നിന്റെ തലവേദന അങ്ങ് തീരും. ചിലപ്പോ നോ പണിഷ്മെന്റാ കിട്ടുക. സ്പിന്ന് എന്ന് പറഞ്ഞാൽ ലക്കാണ്. പിന്നെയും ഷഡ് ഇട്ട് കൊള്ളണ്ട ഒരാൾക്ക് ഒരു പണിഷ്മെന്റ് അപ്പൊ എന്നെ ചട്ടം കൊണ്ട് പൊള്ളിക്കൂല. അല്ല എനക്ക് സ്പിന്ന് കിട്ടൂല. അവനെ നാവിനെ സൂക്ഷിക്കുന്ന ഒരുത്തനാണ് ഞാൻ. മനസ്സിലായോ? ഞാൻ നിന്നെ പോലെ അല്ല. അറിയാണ്ട് ഇല്ല എന്റെ തന്നെ വരൂല. എനിക്ക് ഒരിക്കലും സ്പിന്ന് കിട്ടൂല. ഒരു സാധനം മിസ്സിംഗ് ഉണ്ട്. ഷഡ്ഡി ഡാൻസ് മിസ്സിംഗ് ഉണ്ട്. ഇല്ല ഇതെന്തായാലും മാറ്റണ്ടല്ലോ. ലൈവിൽ എനിക്ക് വേണ്ടാണ്ട് ഒരു ഇത് കിട്ടി. പൊലാടി മോന്നുള്ള അറിയാത്തൊരു തെറി അല്ലാത്തൊരു കാര്യം വിളിച്ചിട്ട് അതായത് ലാലു അലക്സിലും സിനിമയിൽ വിളിക്കുന്ന ഒരു കാര്യം കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പൊ എന്താ ഇന്ന് ഇതില്ല ഇത്രക്ക് സ്നേഹം എന്നോട് ഇത്രക്ക് സ്നേഹം. ഞാൻ ഒരു കാര്യം പറയട്ടെ, 1000 വട്ടം ഈ ലൂപ്പ് നമ്മൾ കഴിഞ്ഞതോ അല്ലെ? നിനക്കും അറിയാം എനക്കും അറിയാം. ഈ നോ സ്പിന്ന് വരും, നമ്മൾ പോളിടും, എന്നിട്ട് പോളിൽ എല്ലാവരും സ്പിന്ന് എന്ന് പറയും, സ്പിന്ന് ചെയ്യേണ്ടി വരും. ഇത് അതിനെ ചെയ്ത ആ പണി അങ്ങ് തീർന്നു അല്ലെ? ഇത് കുറെ നമ്മളിങ്ങനെ ലേഗാക്കേണ്ട കാര്യമുണ്ടോ? പെട്ടെന്ന് അങ്ങ് തീർക്കാവാ. എന്തായാലും കുറച്ച് നോ സ്പിന്ന് വരും, നമ്മൾ പോളിടും. ഇതന്നെ എപ്പം നടക്കുന്നത്. ഇത് എന്തൊരു ലൂപ്പാണ്. പെട്ടെന്ന് തീർക്കാ. മേലെ വായിന്ന് വരാണ്ട് നീ ചിന്തിക്കണം. ഇപ്പൊ എന്റെ കോണ ഇഷ്ടപ്പെടുന്നില്ലല്ലേ? ഇത് അങ്ങോട്ട് വാടാ. ഇത് കഴിഞ്ഞിട്ട് എന്റെ ലൈവ് ഉണ്ട്. അങ്ങോട്ട് ഇന്നല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നാലും അങ്ങോട്ട് വാ. ഞാൻ എല്ലാം നിർത്തി ഞാൻ പൊടിച്ചു തരും ഉള്ള കാര്യം ഞാൻ പറയാം. എടാ പോളം ഇട്ടിട്ട് എടാ എന്തായാലും പോൾ ഇട്ടാ നിങ്ങൾ എല്ലാവരും സ്പിൻ എന്നെ വോട്ട്. ഓക്കെ പോളിടാം വെറുതെ ഇല്ല. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ആ ഷഡ്ഡി ഇട്ട് ഡാൻസ് കളിക്കുന്നതിൽ ഞാൻ ഇവരോട് അത്രയും കേണ അപേക്ഷിച്ച് ഞാൻ പറഞ്ഞു. എടാ ഞാൻ അതായത് ഞാൻ മരിക്കേണ്ട അവസ്ഥയിൽ പോലും ഞാൻ ഇവരോട് പോള് വെച്ചാൽ 18,000 ആൾക്കാർ, അതായത് 16,000 ആൾക്കാരായിട്ടേ കണ്ടിട്ടുള്ളൂ. 18,000 ആൾക്കാർ കൂടി ഷമീറിന്റെ ഷഡ്ഡി ഡാൻസ് പറഞ്ഞിട്ട് ഇവന്മാര് കുറെ എണ്ണത്തിനെ കൂട്ടിയിട്ട് ഇവന്മാരെന്താ ആള് കൂടി. എന്നിട്ട് 18,000 ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് ഞാൻ ഷഡ്ഡി ഇട്ട് തുള്ളി. അയ്യോ ചട്ടുക ചട്ടുക എഴുതിക്കോ. എനക്കില്ല അല്ല ചട്ടുക നമ്മൾ മാറ്റിയതാട്ടാ. അത് ഡേഞ്ചറസ് ആയിക്കൊണ്ട് എന്റെ മോനെ ഇപ്പം പൊള്ളിയിട്ട് ഇപ്പൊ എന്റെ കുട്ടി കാണിച്ചാൽ ഇപ്പൊ ഉണ്ട് എന്റെ കുട്ടിക്ക്. അപ്ഡേറ്റ് കാണിക്കുന്നുണ്ടല്ലേ? അല്ല കുഴപ്പമില്ല. കോമാളി ജാസി മാറിക്ക്. ഏത് വേഷം? ഞാൻ വേഷം കിട്ടി. നീ ഇന്നത്തെ ഓവറാൻ വേണ്ടിട്ട് ഒന്നും ആകുന്നില്ലല്ലേ? വായി തുറന്നാ മാത്രം. ഞാൻ മറന്നു. ഇതിൽ എന്തെല്ലാം ഉള്ളത്? എല്ലാരും കൂടിട്ട് ഇതെന്താ ലേറ്റ് പറഞ്ഞല്ലോ പെട്ടെന്ന്? ഞാനിത് കാണാത്തോണ്ട് ലേറ്റ് കുറച്ച്. അതിലൊന്നും ഉണ്ടാവേണ്ടതാണ്. കുഴപ്പമില്ല വാ. എന്റെ പോലെ 24 അവർ സ്ട്രീം വരണം കേട്ടോ. ഷെബീർ മൂന്ന് ചോദിച്ച കാര്യം പറയാലോ. 24 അവർ സ്ട്രീം വരണം. 24 2-3 സൈറ്റ് ചെയ്താലും മതിയല്ലോ. ഇല്ല 24 അവർ സ്ട്രീം വന്നു കഴിഞ്ഞാൽ ഒരു ഡേറ്റ് പറയണം. എന്നിട്ട് ആ കറക്റ്റ് ഡേറ്റ് വന്ന് 24 അവർ 24 മണിക്കൂർ കൃത്യം വന്ന് ചെയ്യണം.
കണ്ടിന്യൂസ് ഉറങ്ങാൻ പോലും പറ്റില്ല. ഉറങ്ങാൻ പറ്റുന്നല്ല, സ്ലീപ്പ് സ്ട്രീം ചെയ്യാൻ തോന്നല. എന്നാ 24 മണിക്കൂറും കിടന്നുറങ്ങാം. പിന്നെ അതൊന്നും നടക്കൂല. റാംബോ യൂസിങ് ഹാൻഡ്. എല്ലാരും മാറി ബാക്ക് എന്ന് പറയാ. ഒന്നില്ല, കൈയൊന്നും തുടരുത്. എന്തോ ഭാഗ്യമുള്ള ദിവസം എനിക്ക് തോന്നി. എനിക്ക് നോ പണിഷ്മെന്റ്. ഇതെന്തൊരു ഇതാണല്ലേ, ഇതെന്തൊരു ഇത് കംപ്ലൈന്റ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. ഫുള്ളായില്ല. മാറ്. ഷഡ്ഡി ഡാൻസ് അപ്പൊ ഇല്ല. ഓക്കെ, അപ്പൊ നോ പണിഷ്മെന്റ്. അല്ലല്ല, നോ പണിഷ്മെന്റ്. ഷഡ്ഡി നോ പണിഷ്മെന്റ് ആവല്ലോ നേരോ. ഞാൻ ഓൾറെഡി ചെയ്തല്ലോ, ഒരിക്കൽ സ്പിന്ന് ചെയ്തല്ലോ. നോ പണിഷ്മെന്റ് ഓൾറെഡി നമ്മള് തീരുമാനിച്ചില്ല. ഞാൻ കാര്യം പറയട്ടെ ഗൈസ്, ഓൾറെഡി ഞാൻ റീസ്പിന്നായി. റീസ്പിന്നാണോ? അല്ല, ഞാൻ ഇതിന്റെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഓൾറെഡി ഞാൻ സ്പിൻ ചെയ്തല്ലോടാ പുന്നാര കുട്ടന്മാരെ. ചുന്ദരിമണികളും ചുന്ദരന്മാരും ആയ നിങ്ങളുണ്ടല്ലോ. അപ്പൊ ഓൾറെഡി ഞാൻ ഇത് പണിഷ്മെന്റ് ചെയ്തു. അപ്പൊ ഇത് കിട്ടുന്നില്ല. അങ്ങനെന്തോ പ്രശ്നം, ഇതെന്തോ പ്രശ്നം. അപ്പൊ എല്ലാവരും നോ സ്പിൻ ക്യാൻസൽ എന്നുള്ള ഒന്ന് അടിച്ചാൽ മതി. പ്രശ്നം കിട്ടിയത് കളിക്കണ്ട, അടുത്തെന്തും കളിക്കണം. ഭയങ്കര ഇഷ്ടമല്ല ഇവർക്ക് എന്റെ ഷഡ്ഡി ഡാൻസ് കാണാൻ ഭയങ്കര. അല്ലല്ല, ഈ മുളക് കയറ്റ് സ്പിൻ ക്യാൻസലോ അങ്ങനെ ചെയ്യൂലല്ലോ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു പോയി ഇവരുടെ നായിന്റെ ആൾക്കാർ ഒറ്റയടിക്ക് ചെയ്യും. ഇനിയിപ്പോ ഒരു 20,000, ഇതൊരു 10 മിനിറ്റ് ഇനിയിപ്പോ വരും, ആള് കൂടും. കാരണം ഷമീറിന്റെ ഷഡ്ഡി ഡാൻസ് കുണ്ടി കാണിക്കല് കാണിക്കലുണ്ടല്ലോ. ഷഡ്ഡി ഡാൻസ് നീ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ഇത് കൂടും. ഇതാ ഉണ്ട്, പരിപാടി ഉണ്ട്. ഷഡ്ഡി ഡാൻസും കുണ്ടിയിലെ മുളക് 24 hour വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഫ്രഞ്ച് കിസ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിനക്ക് ചൂസ് ചെയ്യാം ആരെ ഫ്രഞ്ചൈസ് ചെയ്യണം. ഫ്രഞ്ചീസും അമ്മ വന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ നേരെ ആത്മഹത്യ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഇല്ലും ഷഡ്ഡി ഡാൻസ് ഒന്നും കൂടി ഞാൻ കളിക്കും. ഈ മുതലെന്നെ പിടിച്ചിട്ട് എനിക്ക് ഉമ്മ വെക്കാനൊന്നും കഴിയില്ല. മെല്ലെ കറക്ക് കൊറേ സമയം എടുക്കുന്നതാകാൻ. എന്നോട് ഞാൻ ശരിക്കും മോളിൽ നിന്ന് ഫാൻ ഓഫ് ആക്കാൻ പറയുന്നത് നീ ആക്കൂലല്ല. ഇപ്പൊ എന്താ സ്പിന്ന് കിട്ടിയിട്ട് ഞാൻ ഓട് കാണാൻ വേണ്ടി എനിക്ക് ഫാൻ ഓഫ് ആക്കണം അല്ലേ? സമയം ഇതൊക്കെ ഭയങ്കര ലൂസാണ്. ഈ ബാരിങ് ഇതിന്റെ ബാരിങ് കുറച്ച് ടൈറ്റ് ആക്കണം. ഓക്കെ, റെഡി? 24 ഫ്രഞ്ച് കേസ്. ജോളോ ചിപ്പൽ ഈസി പണിഷ്മെന്റ്. ഇതെല്ലാം എടുത്ത് മാറ്റണം കേട്ടോ. അതാ വാക്സ് ഉണ്ടാവിടാ. വാക്സ് വാങ്ങി വെച്ചില്ല. വാക്സ് ഒന്നും കുഴപ്പമില്ല. എന്തൊരു അണുമണി തൂക്കത്തിനാണ് മാറിയത്. എന്തൊരു ജസ്റ്റ് മിസ്സാണത്. അത് എന്തൊരു മുത്തേ ഒരു ഇതില് ഇവൻ കറക്കുന്നതിന്റെ സ്പീഡ് കുറച്ചൊന്ന് കുറയ്ക്കാൻ ഷമീറിയുടെ കാലത്തിൽ ഇറങ്ങിനെ. ഇതിന്റെ ലക്ക് ഇതിന്റെ കഴിവാ അവിടെ വന്നത്. അതെ, എന്തായാലും എടുത്തിട്ട് വരട്ടെ വാക്സ്. 4 മണിക്കൂർ ഇരുന്ന് 3 മണിക്കൂർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ 24 മണിക്കൂർ ചെയ്യണ്ടേ? ഇതെന്താ? എന്നോട് ഞാൻ ഒരു പാല് വാങ്ങിത്തരാൻ പറഞ്ഞത് നീ വാങ്ങിത്തരില്ലല്ലോ. ഇങ്ങനത്തെ ഇതിനെല്ലാം എന്താ ആവേശം ഇടാ. ഒരു ചായ കുടിക്കാൻ പാലിന് വാങ്ങിത്തരാൻ പറഞ്ഞു. പിന്നെ സ്പിന്നിന് ഇതില്ലാണ്ടാവൂലേ?
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യലില്ല സ്പിൻ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടിയല്ല. ഇതൊന്ന് വണ്ടർലയിൽ വന്നത് അതിൽ കയറി പറയുമ്പോ അതിൽ കയറാം. അതൊന്നുമില്ല വന്നത്. എന്തായാലും മോനെ എന്തായാലും ഡെയിലി ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഒരു സ്പിൻ ഇവിടെ നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് 24 സ്ട്രീം എന്തായാലും കിട്ടും. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് 24 സ്ട്രീം എന്തായാലും കിട്ടും. നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കാം. പെട്ടെന്ന് പണി പെട്ടെന്ന് തീർത്തോ. എടാ ഞാൻ പറയുന്നത് ഇത്തവണ വാക്സ് ഇവിടെ ചെയ്യാം. ഇവിടെ ചെയ്യാം. പൊതുവസ്തു ഞാൻ റേഷൻ പിടി ലാസ്റ്റ് ചെയ്ത ചെയ്യാത്തത് ഞാൻ പറയട്ടെ എന്തെങ്കിലും. ഇത് നിങ്ങൾക്കൊന്നും വേറെ സമയത്തൊന്നും മിണ്ടാനുണ്ടാവില്ല. ഇവന്റെ കളി കാണാൻ പക്ക സ്ക്രിപ്റ്റോ. എടാ നിങ്ങളോടല്ല എന്താ ഞാൻ പറയണത്. ഈ സ്പിൻവീല് ഇത് മൊത്തം സ്ക്രിപ്റ്റാണ്. സ്പിൻവീല് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാടാ സ്ക്രിപ്റ്റ് ആവൂടാ നാറികള്. നീ മാനിപ്പുലേറ്റ് ചെയ്യാൻ പിന്നെ തുടങ്ങല്ലോ. ഓൻ പറയട്ടെ. ഓൻ പറയട്ടെ. അല്ല ഓൻ പറയട്ടെ. നീ പറ. പണിഷ്മെന്റ് പെട്ടെന്ന് പറ. ലാഗ് ആവുന്നു. കോയിനെ പോലെ ഇങ്ങനെ ആക്കല്ല. ഒന്ന് ഞാൻ ഒന്ന് കാര്യം പറയാം. അമ്മ എല്ലാവരും മുന്നോട്ട് നിന്നിട്ടുള്ള നെഞ്ചിലുള്ള പരിപാടി നടക്കൂല. ഞാൻ എന്താ ചാറ്റ് പറയട്ടെ. ചാറ്റ് പറയട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെന്തോ പൊതുവസ്തു പോലെ ആയി ഇപ്പൊ മൊത്തത്തില്. ഇവർ ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? ഓപ്ഷൻസ് എന്താന്നുള്ള ഒന്ന് നെഞ്ച്, ഒന്ന് തൊട. സാമാനത്ത് ചെയ്യാൻ പറ്റൂല. നിനക്ക് ഒന്നാമത് താടി മീശയും വരാത്ത ഒരുത്തനാ. അടുത്ത പരിപാടി ഇതൊരു കിടില നടക്കൂല. ഞാൻ മൂലെന്നാ തമാശ കളിക്കല്ലേ ചേട്ടാ. ഇതെന്താ ഇത്? ഞാൻ എന്താ കൊടുപ്പ് തുടങ്ങുന്നുണ്ടോ? ഇതെന്താ ഇത്? ഞാൻ കൊടുപ്പാ ഇടാ കക്ഷം മൂലം എന്താ ഞാൻ എനിക്ക് തരാടാ കുഞ്ഞേരാടാ പാടാ. ഇവർ ഓപ്ഷൻസ് അത്രയും ആൾക്കാരാ നമ്മൾ വീഡിയോ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്തായാലും നിന്റെ ഇത് പഠിച്ചു. നമ്മൾ പറയുന്നത് അങ്ങ് ചെയ്തോ. ഇവർ അത്രയും ഹാർഡ് സാധനങ്ങളാ പറയുന്നത്. മൂലം ഇവരെന്തോ ഒരു പാലാരി വട്ട ശാന്തനെ പോലെ നമ്മളെല്ലാം കാണുന്നുണ്ടോ? എവിടെ പോയിട്ട് കുഞ്ഞോടുക്കുക ഇതാക്കുക. എടാ മൂസിക മുഖ നീ ഇവിടുന്ന് മാറിയാ. നിനക്ക് സ്ക്രീൻ സ്പേസ് വേണം. ഇഷിക വാച്ചിങ് എന്ന് പറയുന്നുണ്ട്. ഇഷിക എന്നെ എന്റെ സാമാനം കൂടിയേ കാണാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാം അവള് കണ്ടു. അതുകൊണ്ട് കണ്ടു. നമുക്ക് കുഴപ്പമില്ല. തുടച്ചെന്ത് ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പോന്നാ? ഒരു സൈഡ് ഇതെന്താ ഓംലേറ്റ് അടിക്കുന്ന വൺ സൈഡ്. ഓംലേറ്റ് അടിക്കുന്ന മതി ഒട്ടിക്ക്. ഇങ്ങനെയാണ് ഈ അടുക്ക് ഇങ്ങനെ ഒട്ടിച്ചു. ഇങ്ങനെ ഒട്ടിച്ചു. ഇത്രയും മൊത്തം ഇതെന്താണ്? സാധാരണ എല്ലാവരും ചെയ്യുന്നതല്ലേ. ഒന്നുമില്ല. ഡൽഹിയിലെ മരണം 112 ആൾക്കാരാണ് വാക്സിൻ അടിച്ചത്. 112 ആൾക്കാർ. അതെ എന്തെല്ലാണോ പറയുന്നത്. അധികം സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഡേഞ്ചറാന്ന് പറയുന്ന കുറെ ആൾക്കാർ. റാമ്പോ ഇത് ഡേഞ്ചറാ. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്തായാലും ഇത് ഊരണം. ഡേഞ്ചർ എന്ന് പറയുന്നത് നീ കേട്ടോ? അതിന് മുമ്പ് നീ ഒട്ടിച്ചത്. ഞാൻ കേട്ടില്ല. ഇത് വിഷുവിന് ഫ്രീ കിട്ടിയതാ. നിനക്ക് ഒന്ന് ഒട്ടിച്ചാ പോരെ.
എടാ എന്താ ഡേഞ്ചർ എന്നൊന്ന് ടൈപ്പ് ചെയ്താ ആവേശം നോക്കിയല്ല അല്ല ഷമീർ എനിക്ക് എന്നോട് സ്നേഹമുണ്ട് ഞാനാ ഇത് വലിക്കുന്ന ആള് നിനക്ക് പണിഷ്മെന്റ് കിട്ടുന്നുള്ളൂ നമുക്ക് കിട്ടുന്നില്ലല്ലോ ഹാർട്ട് അറ്റാക്കോ ഇനിയൊന്നും ചെയ്യാൻ പറ്റൂല എന്നാ പിന്നെ വിട്ട എന്താണ് അവര് പറയുന്നത് നീ വിശ്വസിക്കുന്ന നിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാകണം മാറി CPR കൊടുക്കേ തിരിച്ചു മറിച്ചു വിടുന്നെല്ലാം പറയുന്നുണ്ട് ഓംപ്ലേറ്റ് അടിക്കുന്ന പോലെ ഇതൊന്നും നടക്കൂല നാറികളെ ഹാർട്ട് ഇഷ്യൂസ് വരുമ്പോൾ എന്നാ പിന്നെ വിട്ടാ ഒഴിവാക്കും എന്തായാലും പഠിക്കണം എല്ലാം ഒഴിവാക്കും എന്റെ ഹാർട്ടിന് ഇപ്പൊ എന്തോ ഫീൽ ചെയ്യുന്നുണ്ട് ഉള്ളില് ആണോ എന്തോ ഒരു മേജർ തൂറാമുട്ടുന്നായിരിക്കും തൂറാമുട്ടുന്നല്ല നോക്കട്ടെ നമുക്ക് ഒന്ന് റിസർച്ച് ചെയ്തോ അല്ലല്ല ഹൃദയടിപ്പല്ല ഇതെന്തോ പ്രശ്നം എന്തോ ഉണ്ട് ഒന്ന് ഗൂഗിളിലൊന്ന് അടിച്ചു ഇതെന്തോ പ്രശ്നം വരുന്നുണ്ട് ഇത് വെളിച്ചെണ്ണ വെച്ചാ പറഞ്ഞു നോ ഡേഞ്ചർ എഴുതണ്ടല്ലോ Yes, you can wax your chest hair for smooth, long-lasting result. പോടാ, ബാടാ, കള്ളത്തരം പറയുന്നതാ, കള്ളന്മാരാ. വലിച്ചോ. ആരാ വലിക്കുന്നത്? റാംബോ ചെയ്തോ? റാംബോയും ചെയ്യല്ല. ഞാനോ? ഞാൻ ചെയ്യാം. അല്ല നീ പകുതി വരെ നീ വലിക്കും എന്ത് പകുതി വടംവലിയാ ഇത് അങ്ങനെ നടക്കൂല. അറിയണം വലിക്കാറുണ്ട് ഒറ്റ വലിയ കിട്ടും കുറച്ച് അല്ല പയ്യെ വലിക്കല്ലേ ആദ്യം പകുതി വരെ വലിക്കണം. എന്തിനാ ഈ കൊല്ലാക്കൊല ഞാൻ സർക്കസിലായിട്ട് ജോയിൻ ചെയ്യാൻ പോയി സർക്കസിലായിട്ട് പോയെന്ന് ഞാൻ ആകുമ്പോ ഇത്രയും കുഴപ്പം വരൂല. ഇല്ല ഞാൻ മെല്ലെ വലിക്കും മെല്ലെ വലിച്ച വേദന കൂടുക പറയുന്നു. അപ്പൊ ഒറ്റ വലിക്ക് നീ സ്വയം വലിക്ക് അതാ നല്ലത്. നീ സ്വയം വലിക്ക് അല്ലടാ ഇതെന്തോ ഇല്ല മെല്ലെ വലിച്ചാൽ വേദന കൂടെ ഒറ്റ വലി എനിക്ക് കറക്റ്റ് വലിക്കാം. നെഞ്ചൂരി കൈ വരും ഞാൻ വലിക്കല നമ്മൾ വലിക്കുമ്പോൾ നമുക്ക് പേടിയുള്ളൂ. ഒന്നെ വിളിക്കട്ടെ ഇതെന്താണ് വലിച്ചോ ഒറ്റ വലി കമാൺ പൊട്ടാ പുള്ളു വരക്കി ഞാൻ എന്താ ഒന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു വേറെ ഒരാൾ വലിക്കാന്ന് പറഞ്ഞു ഇതിനാണോടാ നിങ്ങൾ ഡേഞ്ചർ എന്ന് പറഞ്ഞത്? പക്ഷെ നെഞ്ചം തോന്നുന്നുണ്ട് കള്ളത്തരം ഒന്നും പോയിട്ടില്ല. ഗ്രഡിക്ക് പോക്കണം ഇല്ല പ്രശ്നമാണ്. മറ്റേതാ ഒട്ടിക്കണ്ടത് നേരത്തെ പറിച്ച മറ്റേ പീസില്ലേ അതാ ഒട്ടിക്കേണ്ടത്. വേദന അല്ല മറ്റേ പീസ് ഒട്ടിക്കല്ലേ. ഒരാൾ മരിച്ചിട്ട് പിന്നെ ഒന്നുകൂടി മരിക്കണം എന്ന് പറയുന്നത്. ഇതിൽ ഡേഞ്ചർ ഇല്ലടാ. ഇത് ഡേഞ്ചർ ഇല്ല. നമ്മള് ഗൂഗിൾ നോക്കിയില്ലേ കിണറ്റിൽ പോയി തുള്ളാൻ ഞാൻ ഇതെന്താ ഡേഞ്ചർ എടുക്കാൻ ഗൂഗിളിലെ കിണറ്റിൽ പോയി തുള്ളിയ ഡേഞ്ചർ എന്ന് പറയും. ഡേഞ്ചർ ഇല്ല. ഗൂഗിൾ അല്ല നമ്മൾ ആരും ഉണ്ടാക്കിയത്. ഗൂഗിൾ പറയുന്നത് കേൾക്കരുത്. ഗൂഗിൾ പറയണ കേൾക്കണം. ഞങ്ങൾക്ക് തീരെ വിശ്വാസം ഞാൻ പറഞ്ഞു പറ്റൂല. പാട്ട് പാടുന്ന കളഞ്ഞേ നിനക്ക് സീന മാറ ഞാൻ എടുത്തു തരാം. നിന്റെ നല്ലതിന് വേണ്ടിട്ട് മറ്റേ കള്ളാസ ഒട്ടിക്കേണ്ടത് ഇതാ ഒട്ടിക്കേണ്ടത് ആണോ? ഇത് ഡബിൾ വേദന. ഇതാണ് ഒട്ടിക്കേണ്ടത്. എന്റെ പൊന്നെ നീ ആരെടുത്താ പറയണത്? ഇത് പറിച്ചിട്ട് നമുക്ക് അത് ഒട്ടിച്ച് നോക്കിയാലോ. മാറിയാ നോക്കട്ടെ മെല്ലെ പറിക്കണം. അത് വലിയ ഒറ്റ വലിയടാ. മതി ഇതാ ഒട്ടിക്കണ്ടേ പരീക്ഷണ വസ്തു ഇതെന്താ പരിപാടിയാണിത്. എടാ അത് പോണ്ടേ അപ്പൊ അത് പോണ്ടേ എന്ത് പോണ്ടേ ഇത് കളയണ്ടേ എന്ത് കളയണ്ടേ ഇതെന്താ ഇത് ഫുള്ള് എന്നാ വേണ്ട പോട്ടെ ഭയങ്കര എന്നാ വിട് പ്രാവശ്യം പിന്നെ അത് ആവുന്നില്ലല്ലോ. അന്ന് പോട്ടെ കുഴപ്പമില്ല വേണ്ട കുഴപ്പമില്ല പോട്ടെ. ഓക്കെ എനിവേസ് അത് കുറച്ച് എല്ലാം പോയി. അതെന്തോ ഇത് വർക്കാത്ത എന്തോ സാധനമാടാ. എന്തോ നമ്മൾ അന്നത്തെ പണിഷ്മെന്റ് വാങ്ങിയ വാക്സാ. റീവാക്സ് ഇല്ലല്ല റീവാക്സ് വേണ്ട ഇതാണ് വെക്കേണ്ടത്. എങ്ങനെ മാറിപ്പോയതാ എങ്ങനെ വെക്കേണ്ടത് ഇതല്ല ഞാൻ എന്നോട് പറഞ്ഞത്. ഞാൻ വെച്ചത് കറക്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവന്റെ നെഞ്ചിലായതുകൊണ്ട് ഇത് വരാം. കയ്യിൽ ഒട്ടിച്ചപ്പോ മുത്തളവി കുഴിയിലോട്ട് വരാത്തതാ. ഇത് ചെയ്ത് തീർക്കാം. ഷമീർ അല്ലല്ലോ. ഇല്ലല്ല അതിലെന്താ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഇടക്കിടക്ക് വരും. അതൊന്നും നോക്കണം. ഇത് കണ്ടാലാണ് എന്റർടൈൻമെന്റ്. ഞാൻ റെഡിയാ. എനിക്ക് വേദന സഹിച്ചെന്ന് പറഞ്ഞ പറയാം. കുഴപ്പമില്ല ഞാൻ സഹിച്ചോളാം. വിട്
എടാ നിനക്ക് വേദന എടുത്തിങ്ങനെ പണിഷ്മെന്റ് കിട്ടിയെന്ന് അല്ല ഈ റെസ്പെക്ട് ഒന്നും ആ വേദന എടുത്തില്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടി. പോട്ടെ, കുഴപ്പമില്ല, വേണ്ട. ചോദിച്ചു വാങ്ങാൻ പറ്റില്ല. വേണ്ട, കുഴപ്പമില്ല മാറാ. അല്ലല്ല, ഓന് വേദന കിട്ടിയാടോ, ഓന് വേദന എടുത്തു. അപ്പൊ ആടെ ഇതായി പണിഷ്മെന്റ്. നമ്മൾ ഈ തെറി വിളിക്കുന്നതിന് പണിഷ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് വേദന എടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ വേദന എടുത്തതിന് അപ്പൊ പണിഷ്മെന്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ, എന്റെ മോനെ എന്തൊരു സൈക്കോ ചാറ്റാണ് നിങ്ങള്. ഈ ചാറ്റിന്റെ അടുത്ത് പറഞ്ഞു വാങ്ങാൻ പറ്റില്ല. ഇത് ഇവർക്ക് ഇഷ്ടമുണ്ടേ തരണം, ഇവർക്ക് ഇഷ്ടമല്ല. അതെന്താ ചെയ്യേണ്ടത്? അതാദ്യം തേക്കണായിരുന്നു. പൈസ കൊടുത്തോ നെഞ്ചില് ഒട്ടിച്ച ഇളവൂല. ഇതാണ്ട് വേറെ എവിടെയെങ്കിലും ഒട്ടിര്. ചെക്കൻ ഇവിടെ പെട്ടെന്ന് തോന്നില്ല, കാരണം ഇത് കുറെ ബാക്ക് സൈഡ് വന്നുകൊണ്ട്. ഞാൻ വരൂല. മൊയച്ച് നിക്കുന്നിടത്ത് ആക്കി ഇത് കുയ്യാന്ന്. അന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒട്ടിക്ക്. അങ്ങനെ ഒട്ടിക്ക്. ഇങ്ങനത്തെ ഇതന്നെ അങ്ങ് പറിച്ച് കളാടാ. അത് വരുന്നില്ല ഷമീർ. എൽ ചാറ്റ് ബ്രോ, എൽ ചാറ്റ്. ഇപ്പൊ സന്തോഷം. ഒരാളെ പീഡിപ്പിക്കലാ നിങ്ങളെല്ലാം സുഖല. ഓ എല്ലാരും ഡബ്ല്യു അപ്പോഴേക്ക്. ഓ ഇതാ ആയാ എനക്കൊന്ന് അസ്പാക്കിനെക്കാളും വലിയ സൈക്കോകളാണ് ഈ ചാറ്റിലുള്ളത്. മറ്റൊരാളാ ഇങ്ങനെ ഇതാക്കിട്ട് ചിരിക്കല. ഈ സൈക്കോടാ നാറി. നീ ഞാൻ ചെയ്ത ഞാൻ കണ്ടിട്ട്. ഷമീർ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റെഡി. അതായി, അത് കാണിച്ചു കൊടുത്തു. സമാധാനമായല്ലോ, നിങ്ങളെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയല്ലോ, എനിക്കല്ലോ. ഓക്കെ അല്ല? ആ ഇതില്ല എടാ, ട്രിമ്മറെല്ലാം ഷേവ് സെറ്റ് എടുത്തിട്ട് ഇതൊന്ന് ഷേവ് ചെയ്ത് കളഞ്ഞാ അപ്പൊ തീർന്നു. ഇനി പറയരുത്, ഇനി പറയല്ലേ. റൂൾ ഈസ് റൂള്. ഓ എന്റെ പൊന്ന് മോനെ, ഭയങ്കര എല്ലാത്തിനും ഇത് വേണം കേട്ടാ. എല്ലാത്തിനും ഇത് വേണം കേട്ടില്ല, നല്ല കാര്യത്തിനും വേണം. ഓക്കെ, എനിവേസ് ഇരിക്കും ഷമീറ.